എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അതുപോലെ തന്നെ വീഡിയോയ്ക്ക് ഹൈപ്പ് ഉണ്ടെങ്കിൽ ഹൈപ്പ് കൂടെ കൊടുത്തേക്കണം. അപ്പോൾ നമുക്ക് ആദ്യം ഇവിടെ ഒരു വീഡിയോ ക്ലിപ്പ് കാണിച്ചു തരാം, അത് കണ്ടിട്ട് വരാം. നമുക്കറിയാം പ്രേക്ഷകരെ, ഈ കേരളത്തിൽ എല്ലാ ക്ഷേത്രങ്ങളിലും കാലത്ത് ഭക്തിഗാനങ്ങൾ ഇടാറുണ്ട്. നമ്മളൊക്കെ ആ കാലത്ത് എഴുന്നേക്കുന്നത് ഈ ഗ്രാമങ്ങളിൽ അമ്പലങ്ങളിലെ പാട്ടുകൾ കേട്ടുകൊണ്ടാണ്. എന്നാൽ മുസ്ലിം ലീഗ് ഇപ്പോൾ മലപ്പുറത്ത് ആഹ്വാനം ചെയ്യുന്നത് ക്ഷേത്രങ്ങളിൽ ഇത്തരത്തിലൊരു ഭക്തിഗാനസുധ അത് പുറത്തേക്ക് കേൾക്കേണ്ടതില്ല എന്നുള്ളതാണ്. എളവണ്ണ എന്ന് പറയുന്ന മലപ്പുറത്തെ പ്രദേശത്ത് UDFന്റെ വിജയാഹ്ലാദത്തിനിടയിൽ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ വിളിക്കുന്ന മുദ്രാവാക്യം ക്ഷേത്രങ്ങളിൽ നിന്നുള്ള പാട്ടുകൾ ഇനിയും പുറത്തേക്ക് കേൾക്കേണ്ട, അതെല്ലാം ഞങ്ങൾ നിർത്തും എന്ന രീതിയിലുള്ള പ്രകോപനപരമായ മുദ്രാവാക്യം ലീഗ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. ആദ്യം നമുക്ക് എന്താണ് ലീഗ് പ്രവർത്തകർ വിളിച്ച മുദ്രാവാക്യമെന്ന് കേൾക്കാം. അതിനുശേഷം ശിവദാസിലേക്ക് പോകാം. അമ്പലത്തിൽ വേണ്ടട്ടോ, അമ്പലത്തിൽ വേണ്ടട്ടോ, നാട്ടുകാർക്ക് ശല്യമുള്ള പാട്ടവിടെ ഉച്ചത്തിൽ, പാട്ടവിടെ ഉച്ചത്തിൽ വേണ്ടട്ടോ, 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 വേണ്ടട്ടോ. UDF സിന്ദാബാദ്, UDF സിന്ദാബാദ്, UDF, UDF, UDF സിന്ദാബാദ്. എന്തായാലും കൊള്ളാം. ഇലക്ഷൻ കഴിഞ്ഞതേ ഉള്ളൂ, പുതിയ പുതിയ നിയമങ്ങളും ഒക്കെ ആയിട്ട് ആളുകൾ ഇറങ്ങിയിരിക്കുകയല്ലേ. അപ്പൊ നമ്മൾ ഉള്ള കാര്യം വിളിച്ച് പറയുമ്പോൾ ഇപ്പൊ കുറെ എണ്ണം വന്നിട്ട് പറയും നീ സംഘിണിയല്ലേ, സംഘപരിവാറിലുള്ളോളല്ലേ എന്ന് പറയും. ആണ് അത്രേ ഉള്ളൂ പറയാനായിട്ട്. ഇല്ല 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 എന്നൊന്നും പറഞ്ഞിട്ട് ഞാൻ ആരുടെയും കാല് പിടിക്കാനും കൈ പിടിക്കാനൊന്നും വരുന്ന ഒരു വ്യക്തിയല്ല. അപ്പോൾ ഞാൻ അങ്ങനെ സംഘപരിവാറിലെ ആളാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ. പക്ഷെ അപ്പോഴും എനിക്ക് പറയേണ്ട ഒരു കാര്യം, ഹിജാബുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഭവം നടന്നിട്ടുണ്ടായിരുന്നു. ഒരു കുട്ടി ഹിജാബ് ഇട്ട് സ്കൂളിൽ വന്നപ്പോൾ അതിനെതിരെ അവിടെ നിൽക്കുന്ന ആ സ്കൂൾ മാനേജ്മെന്റിന് ഹിജാബ് കാണുമ്പോൾ പേടിയാവുന്നു എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും കൂടുതൽ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ സപ്പോർട്ട് ചെയ്ത ഒരു വ്യക്തിയാണ് ഞാൻ. അത് മാത്രമല്ല, അതുപോലെ ഒരുപാട് കാര്യങ്ങൾ എൻ്റെ ചാനൽ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. അപ്പോൾ ഇവിടെ നമ്മൾ കാര്യം പറയുമ്പോൾ നിങ്ങൾ നമ്മളെ സംഗിണിയാക്കിയാലും കൊങ്കിണിയാക്കിയാലും കമ്മിണിയാക്കിയാലും എനിക്ക് ഒരു കുന്തവും ഇല്ല. പക്ഷെ പറയാനുള്ള കാര്യം ഞാനിവിടെ പറയുക തന്നെ ചെയ്യും. അപ്പോൾ ഇവർ പറയുന്ന എന്താണെന്ന് വെച്ചാൽ പിന്നീട് അവർ ഭരണരംഗത്ത് വന്നു കഴിയുമ്പോൾ, ഈ പറയുന്ന UDF അധികാരത്തിൽ വന്നു കഴിയുമ്പോൾ ക്ഷേത്രങ്ങളിൽ രാവിലെയുള്ള സുപ്രഭാതം അവർക്ക് ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റ് ആവുന്നു. അതുകൊണ്ട് തന്നെ സുപ്രഭാതം ഇവർ നിർത്തിക്കും എന്നാണ് ഇവർ പറയുന്നത്. ഇത് പറയുന്നത് ലീഗുകാരും ഈ പറയുന്ന UDFകാരും കൂടി ചേർന്നിട്ടാണ് പറയുന്നത്. എന്തായാലും എടവണ്ണ പഞ്ചായത്തിൽ നടന്നിരിക്കുന്ന ഈ സംഭവം, അതായത് എടവണ്ണ പഞ്ചായത്തിൽ ഉള്ള ഒരു വിഷ്ണു ക്ഷേത്രം, കൊളപ്പാട് എന്ന സ്ഥലത്തുള്ള മഹാവിഷ്ണു ക്ഷേത്രത്തിൽ അതിരാവിലെ ഭക്തിഗാനം വെക്കാറുണ്ട്. ഈ ഭക്തിഗാനത്തിന് എതിരെയാണ് UDFകാർ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. ഇവിടെ ഭക്തിഗാനം വെക്കാൻ പാടില്ല, ഇത് നാട്ടുകാർക്ക് ശല്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ പ്രതിഷേധം ഉയർത്തുന്നു, മുദ്രാവാക്യങ്ങൾ ഉയർത്തുന്നു. മുദ്രാവാക്യമൊക്കെ നമ്മൾ കേട്ടു. ഇത് നാട്ടുകാർക്ക് സ്വൈരം ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞാണ്. സാധാരണ അതിരാവിലെ വെക്കുന്ന ഭക്തിഗാനമാണ്, പ്രത്യേകിച്ച് സുപ്രഭാതം. അത് ഏകദേശം 5 മണിയോടുകൂടി വെക്കുന്നതാണ്. മറ്റാർക്കും ശല്യമില്ലാത്ത രീതിയിലാണ് വെക്കുന്നത്. കൃത്യമായി തന്നെ പോലീസിന്റെ പെർമിഷൻ എടുത്തുകൊണ്ടാണ് ഇവിടെ ഇത്തരത്തിൽ ഭക്തിഗാനം വച്ചിരിക്കുന്നത്. ഇങ്ങനെ നിയമപരമായി തന്നെ കൃത്യമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് ക്ഷേത്ര കമ്മിറ്റി ഈ ഒരു ഭക്തിഗാനം വെച്ചിരിക്കുന്നത്. പക്ഷേ ഇതിനെതിരെയാണ് UDFകാർ ഇപ്പോൾ കഴിഞ്ഞ ദിവസം UDF ഈ ഒരു വാർഡിൽ വിജയിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ അവർ അവിടെ പ്രകടനം നടത്തി, ആഹ്ലാദ പ്രകടനം നടത്തി. ഈ ക്ഷേത്രത്തിന് മുൻപിൽ എത്തിയപ്പോഴാണ് നമ്മൾ അല്പം മുൻപ് കേട്ട ആ മുദ്രാവാക്യം അവർ ഉയർത്തിയിരിക്കുന്നത്. അതായത് ക്ഷേത്രത്തിൽ ഇത്തരത്തിലുള്ള പൊതുജനങ്ങൾക്ക് ശല്യമാകുന്ന തരത്തിൽ ഗാനങ്ങൾ വെക്കാൻ പാടില്ല, ഭക്തിഗാനങ്ങൾ വെക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആ മുദ്രാവാക്യം, ഇത് കൃത്യമായുള്ള ഒരു കടന്നുകയറ്റം കൂടിയാണ്. നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഹൈന്ദവ വിശ്വാസങ്ങളെ ഹനിക്കുന്നു. അപ്പൊ ഇത് പറയുന്നത് നമ്മുടെ മുസ്ലിം ലീഗും അതുപോലെ തന്നെ UDFകാരുമാണ് പറയുന്നത്. അപ്പൊ ലീഗിനെ അങ്ങോട്ടൊക്കെ മാറ്റി നിർത്താം, ലീഗിനെ ഒരു സൈഡിലേക്ക് മാറ്റി നിർത്താം. എന്നാൽ പോലും എനിക്ക് പറയാനുള്ള കാര്യം, ഈ UDFകാർക്ക് വോട്ട് തന്ന് ജയിപ്പിച്ച അല്ലെങ്കിൽ ജയിപ്പിക്കുന്ന ഹൈന്ദവരായിട്ടുള്ള മനുഷ്യരുടെ 2 കവളത്തും ആഞ്ഞാഞ്ഞു കൊടുക്കണമെന്ന് പറയാതിരിക്കാൻ യാതൊരു നിവൃത്തിയില്ല. അപ്പോൾ ജനങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടണം. ജനാധിപത്യ രാജ്യമാകുമ്പോൾ മതേതരത്വം നിലനിൽക്കണം. അവരുടെ ആചാരങ്ങൾ, അവരുടെ ആചാരാനുഷ്ഠാനങ്ങൾ ഇതൊക്കെ നിലനിർത്താൻ സാധിക്കണം. ഇപ്പോൾ ഇത്രയും കാലമായിട്ട് 2025 തീരാൻ പോകുന്നു, 2026 സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. ഇപ്പോഴാണോ നിങ്ങൾക്ക് ക്ഷേത്രങ്ങളിലെ സുപ്രഭാതം ഭയങ്കര അരോചകമായിട്ട് തോന്നി തുടങ്ങിയത്? അതെന്തുകൊണ്ടാണെന്ന് മനസ്സിലാവുന്നില്ലല്ലോ. ക്ഷേത്രത്തിലിടുന്ന സുപ്രഭാതം എന്ന് പറഞ്ഞാൽ കേൾക്കാൻ എത്ര രസമാണ്. നമ്മുടെ നല്ല നല്ല പാട്ടുകളല്ലേ ഇടുന്നത്. ദൈവത്തിൻ്റെ ഭക്തി ഗാനങ്ങൾ കേൾക്കുമ്പോൾ കാതുകൾക്ക് ഭയങ്കര ഇറിറ്റേഷൻ ഉണ്ടാവുന്നുണ്ടെങ്കിൽ
നിങ്ങൾ എത്രയും പെട്ടെന്ന് നല്ലൊരു മനോരോഗ വിദഗ്ധനെ കാണാനായിട്ട് തയ്യാറെടുത്തോളൂ. അതൊരു തരം മനോരോഗമാണ്, അല്ലാതെ വേറൊന്നുമല്ല. അതായത് വർഗീയത തലയിൽ പിടിച്ചതിൻ്റെ മനോരോഗം മാത്രമാണത്, അല്ലാതെ അതിന് മറ്റൊരു പേരിട്ട് പറയാൻ സാധിക്കുകയില്ല. വർഗീയത ആര് പറഞ്ഞാലും വർഗീയത തന്നെയാണ്. ഇപ്പോൾ ഞാൻ ഈ ഒരു വിഷയം പറയുന്നത് ഞാനൊരു ഹിന്ദുവായ സ്ത്രീ പറഞ്ഞു കഴിയുമ്പോൾ ഇപ്പോൾ കുറേ എണ്ണം പറയും സംഗിണി വന്നിരിക്കുന്നു, മറ്റൊരു ശശികല വന്നിരിക്കുന്നു, മറ്റൊരു വിഷകല വന്നിരിക്കുന്നു, അല്ലെങ്കിൽ മറ്റൊരു ലസിതാ പാലക്കൽ, അല്ലെങ്കിൽ മറ്റൊരു ശ്രീലാപിള്ള, അതും അല്ലെങ്കിൽ മറ്റൊരു എന്താ കുറേ എണ്ണം ഉണ്ടല്ലോ, എങ്ങനെ ഷൈനി മധുസൂദനോ, അങ്ങനെ കുറേ എണ്ണത്തിൻ്റെ പേരങ്ങ് പറയും. എന്ത് തേങ്ങ പറഞ്ഞാലും എനിക്കൊന്നുമില്ല. പക്ഷേ ഞാൻ വളരെ ക്ലിയർ ആയിട്ട് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ പറയുക തന്നെ ചെയ്യും. എന്ന ക്ഷേത്രത്തിൽ പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള പെർമിഷൻ മേടിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ പതിഞ്ഞ ശബ്ദത്തിലാണ് അവർ സുപ്രഭാതം ഇടുന്നത്. എന്നിട്ടും നിങ്ങൾക്കത് കേൾക്കുമ്പോൾ പ്രശ്നമാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യൂ, സുപ്രഭാതം വേണ്ട, ക്ഷേത്രത്തിൽ സുപ്രഭാതം വേണ്ട, ഇടുന്നതങ്ങ് നിർത്തിയേക്കാം. നിങ്ങൾ പള്ളികളിൽ 5 നേരം ബാങ്ക് വിളിക്കുന്നുണ്ടല്ലോ, അതിന് മൈക്ക് ഉപയോഗിക്കാതെയും വിളിക്കാമല്ലോ. നിങ്ങൾ നിങ്ങളുടെ പടച്ചിറപ്പിനെ വിളിക്കുമ്പോഴത്തേക്ക് മൈക്കിലൂടെ വിളിച്ച് നാട്ടുകാരെ മുഴുവനും കേൾക്കേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ചിന്തിച്ചുകൂടെ, നമ്മൾ എന്തിനത് കേൾക്കണം എന്ന് നമുക്ക് ചിന്തിച്ചുകൂടെ? അപ്പോൾ ഒരു കൂട്ടർക്ക് എന്തും പറയാം, മറു കൂട്ടർക്ക് പറയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അത് ശരിയാണോ? ഞാനിവിടെ ഇപ്പോൾ നിങ്ങളിപ്പോൾ മൈക്കിൽ ബാങ്ക് വിളിക്കുന്നത് കേട്ടാൽ എനിക്ക് പ്രത്യേകിച്ച് കുരുപൊട്ടില്ല. അത് കേട്ടെന്ന് പറഞ്ഞ് എനിക്ക് ഒരു തരത്തിലുള്ള ഫ്രസ്ട്രേഷനും തോന്നില്ല. ഇഷ്ടമാണ് കേൾക്കാനായിട്ട്. നമ്മൾ എല്ലാവരും ഒരുപോലെ സന്തോഷത്തോടു കൂടി ഐക്യതയോടുകൂടിയും സമാധാനത്തോടു കൂടിയും ജീവിക്കുമ്പോഴാണ് ഇത് സമാധാനപൂർണ്ണമായിട്ടുള്ള ഒരു രാജ്യമാവുന്നത്. മറ്റ് ഒരുപാട് രാജ്യങ്ങളുണ്ടെങ്കിലും മറ്റുള്ള രാജ്യങ്ങളെ അപേക്ഷിച്ച് ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു മതേതരത്വ രാജ്യമായതുകൊണ്ടാണ്. ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസൽമാനും ഒരുപോലെ സാഹോദര്യത്തോടെയും സമാധാനത്തോടെയും ജീവിക്കുന്ന ഒരു രാജ്യം എന്നതാണ് ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇതൊരു ജനാധിപത്യ രാജ്യമാണ്. അപ്പോൾ അത് മനസ്സിലാക്കാതെ ഇപ്പോൾ ഓരോ അറ്റത്ത് നിന്നും കുരു പൊട്ടുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരറ്റത്ത് നിന്ന് പൊട്ടിയിട്ട് ഒരു കാര്യമില്ലല്ലോ. അങ്ങനെ പൊട്ടേണ്ട ആവശ്യം എന്താണ്? ഇത്രയും നാളില്ലാത്ത പ്രശ്നങ്ങൾ എന്താണ്? നമുക്കറിയാം, ഇപ്പോൾ ക്ഷേത്രത്തിലൊക്കെ പാട്ടിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഒന്നും വീട്ടിൻ്റെ പരിസരത്ത് പോലും കേൾക്കില്ല. ക്ഷേത്ര പരിസരത്ത് നിന്നാൽ മാത്രം പതിഞ്ഞ ശബ്ദത്തിലാണ് ഇപ്പോൾ ഒട്ടുമിക്ക ക്ഷേത്രങ്ങളിലും പാട്ടിടുന്നത്. പണ്ടത്തെ പോലെ കോളാമ്പി കെട്ടി വലിച്ചു കീറിയുള്ള പാട്ടിടലൊന്നും എങ്ങുമില്ല. അപ്പോൾ എന്നിട്ടും നിങ്ങൾക്ക് അസ്വസ്ഥത ഉണ്ടാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങൾ നല്ലൊരു മനോരോഗ വിദഗ്ധനെ കാണണം, അങ്ങനെ ബുദ്ധിമുട്ടുള്ള ആളുകൾ. അതല്ലെന്നുണ്ടെങ്കിൽ ഒരു കാര്യമുണ്ട്, ക്ഷേത്രത്തിലെ ഈ പാട്ടിടല് നമുക്ക് നിർത്താം, ഒരു വിഷയവുമില്ല, നിർത്താം. പക്ഷേ നിങ്ങൾ പള്ളികളിൽ ബാങ്ക് വിളിക്കുമ്പോൾ അത് ഞങ്ങളും കേൾക്കരുത്, അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ എങ്ങനെ കുറ്റം പറയാൻ പറ്റും? അതുപോലെ വിശേഷ സമയത്തൊക്കെ ഈ നബിദിനത്തിൻ്റെ സമയത്തായാലും അതുപോലെ തന്നെ ഈ പെരുന്നാളിൻ്റെയൊക്കെ സമയത്ത് നിങ്ങൾ ഉച്ചഭാഷണിയിലൂടെ വളരെ ഉച്ചത്തിൽ പ്രഭാഷണങ്ങൾ പറയാറുണ്ടല്ലോ. പള്ളിയിൽ വന്നിട്ട് ഉസ്താദ്മാരൊക്കെ വന്നിട്ട് വയത് പറയാറുണ്ടല്ലോ. അത് കേൾക്കുമ്പോൾ നമുക്ക് ഒരു ബുദ്ധിമുട്ടും തോന്നുന്നില്ലല്ലോ, അത് കേൾക്കുമ്പോൾ ഒരു പ്രശ്നവും തോന്നുന്നില്ലല്ലോ. അത് കേൾക്കുന്നത് നമുക്കൂടി കാതിന് നല്ല ഇഷ്ടമാണ് തോന്നുന്നത്, നമുക്കൊന്നും ഒരു വെറുപ്പും തോന്നുന്നില്ല, അയ്യേ എന്ന് പറയാൻ തോന്നിയിട്ടേ ഇല്ല. അപ്പോൾ നമുക്ക് അതൊന്നും തോന്നില്ല കേട്ടിട്ട്. നിങ്ങൾക്ക് ഈ ഒരു പാട്ട് രാവിലെ വെക്കുന്നത് കേൾക്കുമ്പോൾ അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യാം, എല്ലാം ഈക്വലായിട്ട് പോട്ടെ, അതുകൂടി അങ്ങ് നിർത്തിക്കേരെ. നിങ്ങളും മൈക്ക് ഉപയോഗിക്കേണ്ട, ഞങ്ങൾ ഉപയോഗിക്കുന്നില്ല, അപ്പോൾ തീർന്നില്ലേ പ്രശ്നം? ഇത് പറയുമ്പോൾ ഇത് ഞാൻ പറഞ്ഞത് തന്നെയാണ്, മനഃപൂർവ്വം പറഞ്ഞത് തന്നെയാണ്. കാരണം ഇതിപ്പോൾ പറഞ്ഞു കഴിയുമ്പോൾ ഈ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിൻ്റെ അടിയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇത്രയും നാൾ പാവം നടിച്ചിരുന്നിട്ട് ഇവളൊരു വർഗീയവാദിയായിരുന്നു, ഇവളൊരു സംഘിണിയാണ്, ഇവളൊരു സംഘപരിവാറുകാരിയാണ് എന്നും പറഞ്ഞിട്ടുള്ള കമൻറ്റുകളായിരിക്കും കൂടുതലും വരുന്നത്. എന്ത് ഉണ്ടാക്കിയാലും എനിക്കൊന്നുമില്ല. പക്ഷേ ഇത് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ക്ഷേത്രങ്ങളിൽ പണ്ട് കാലം തൊട്ടേ ഉള്ളതാണ് ഇതുപോലെ ഈ പറയുന്നത് പോലെ തന്നെ പാട്ടിടുന്നത്, സുപ്രഭാതം ഇടുന്നത്. അത് ഉറച്ചുപോലും അല്ല, ഇപ്പോൾ വളരെ പതുക്കെയാണ് ഇടുന്നത്. എന്നിട്ടും അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്, അത് നിർത്തി അടങ്ങുള്ളെന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ ഇതും നിങ്ങൾ നിർത്തേണ്ടി വരും. അങ്ങനെ എല്ലാം ഒരു കൂട്ടർക്ക് മാത്രം ആയാൽ പറ്റില്ലല്ലോ, എല്ലാവരും തുല്യരല്ലേ. അപ്പോൾ എല്ലാവരും കൂടി വളരെ സന്തോഷത്തോടു കൂടി സമാധാനവുമായിട്ട് ജീവിക്കേണ്ടതിന് പകരം ഇത്തരത്തിലുള്ള വർഗീയത എന്തിനാണ് പറയുന്നത്? നേരെ മറിച്ച് ഇപ്പോൾ ഒരു ഹിന്ദു ആയതുകൊണ്ട് ഞാൻ ഈ ഒരു വിഷയം സംസാരിക്കുമ്പോൾ നിങ്ങൾ വന്ന് പറയും വർഗീയവാദിയായ സംഘപരിവാറിലുള്ള സ്ത്രീയാണ്, ഒരു സംഘിണിയാണ് ഇവള്, അങ്ങനെ ഇവള് വന്ന് സംസാരിക്കുന്നത് അതുകൊണ്ടാണെന്ന് പറയും. അപ്പോൾ ഈ ക്ഷേത്രത്തിലെ ഈ പറയുന്നത് പോലെയുള്ള പാട്ടുകൾ നിർത്തണമെന്ന് പറയുന്ന നിങ്ങളും വർഗീയവാദികളല്ലേ? അങ്ങനെ പറയുമ്പോൾ നിങ്ങളും അത് തന്നെയല്ലേ? അപ്പോൾ നിങ്ങളും സംഘപരിവാറുകാരും തമ്മിൽ എന്താ വ്യത്യാസം? രണ്ടു കൂട്ടരും കണക്കല്ലേ? അപ്പോൾ അത് പറയാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ആരെയും അങ്ങനെ സേവ് ചെയ്ത് വെച്ച് സംസാരിക്കുന്ന ഒരു വ്യക്തിയല്ല. എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ ക്ലിയർ ആയിട്ട് പറയുക തന്നെ ചെയ്യും. അപ്പോൾ അത് എന്നെ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഇഷ്ടപ്പെട്ടാൽ മതി, ഇഷ്ടപ്പെടാത്ത ആളുകൾ ഇഷ്ടപ്പെടണ്ട. അപ്പോൾ എന്തായാലും വളരെ മോശമായിട്ടുണ്ട്. ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ
ഇന്ത്യ എന്ന് പറയുന്ന ഈ രാജ്യത്തിന് ഇന്ത്യ എന്ന പേര് വരുന്നതിന് മുമ്പ് ഭാരതം എന്ന് പറയുന്ന മറ്റൊരു പേര് കൂടി ഉണ്ടായിരുന്നു. ഭാരതീയ സംസ്കാരം എന്ന് പറയുന്ന ഒരു സംസ്കാരം കൂടി ഉണ്ടായിരുന്നു. ആദ്യം ഇതൊക്കെ അറിയാത്തവരുണ്ടെങ്കിൽ എന്താണ് ഭാരതീയ സംസ്കാരം എന്ന് ഒന്ന് മനസ്സിലാക്കി വെച്ചേര്. എന്താണ് ഭാരതീയ സംസ്കാരം എന്ന് ഒന്ന് മനസ്സിലാക്കി വെക്കുന്നത് നന്നായിരിക്കും. അതുപോലെ തന്നെ ഈ രാജ്യത്തിന് പണ്ട് ഹിന്ദുസ്ഥാൻ എന്നൊരു പേര് കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ പറയുന്നത് കേട്ടിട്ട് നിങ്ങൾക്കാർക്കും പ്രത്യേകതരം കുരുക്കളൊന്നും പൊട്ടേണ്ട ആവശ്യമില്ല. പൊട്ടുന്നവർ പൊട്ടിച്ചുകൊണ്ടിരിക്കും. എന്തായാലും കൂടുതലായിട്ട് ഒന്നും പറയാനില്ല. പരമാവധി പരസ്പരം വർഗീയത പറയാതെ വളരെയധികം സമാധാനത്തോടു കൂടിയും സന്തോഷത്തോടു കൂടിയും എല്ലാവരും ഒത്തൊരുമയോടുകൂടി കഴിയാനായിട്ട് ശ്രമിക്കുക. അത്രേ പറയാനായിട്ടുള്ളൂ. അല്ലാണ്ട് നീ അത് ചെയ്യരുത്, ഞാനിത് ചെയ്യരുത്, മറ്റൊരത് ചെയ്യരുത് അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മുടെ ഉള്ള സമാധാനം നശിപ്പിക്കാതെ ഉള്ള സന്തോഷത്തോടു കൂടി നിങ്ങൾ സമാധാനമായിട്ട് ഉള്ള നമ്മുടെ ഭാവി തലമുറയെങ്കിലും ഐക്യതയോടുകൂടിയും സാഹോദര്യത്തോടു കൂടിയും ജീവിക്കട്ടെ. അതിനു വേണ്ടിയിട്ടുള്ള ഒരു അവസരം നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക. ചുമ്മാതെ ഇത്രയും കാലമില്ലാത്ത വർഗീയതകളും പ്രശ്നങ്ങളും ഉണ്ടാക്കാതിരിക്കാനായിട്ട് ശ്രമിക്കൂ. ഇത്രേ എനിക്ക് പറയാനായിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോയ്ക്ക് വളരെയധികം മനോഹരമായിട്ടുള്ള കമൻറ്റുകളൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അങ്ങനെ നല്ല കമൻറ്റുകൾ നോക്കിയിട്ട് നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയാനൊന്നും പറ്റില്ല. ഇപ്പോൾ മറ്റുള്ളവർ നമ്മളെ കുറിച്ചിട്ട് നല്ലത് മാത്രമേ പറയാവുള്ളൂ എന്ന് കരുതിയിട്ട് ആരെയും സുഖിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കാനും പറ്റില്ല. ഞാൻ എൻ്റെ നിലപാടുകൾ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് മനസ്സിലാക്കേണ്ടവർക്ക് മനസ്സിലാവുന്നവർക്ക് മനസ്സിലാവും, മനസ്സിലാവാത്തവർക്ക് മനസ്സിലാവില്ല. അപ്പോൾ എന്തായാലും കൂടുതലായിട്ട് ഒന്നും പറയാനില്ല. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.